അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയമുള്ളവരെ, ഇടയത്താഴം കഴിക്കൽ ഏറ്റവും നല്ലത് ഈന്തപ്പഴമാണെന്ന് നിബിധങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. അതിന്റെ രഹസ്യം എന്താണെന്ന് പരിശോധിക്കുമ്പോൾ ഈന്തപ്പഴത്തിന്റെ ഗുണങ്ങൾ തന്നെയാണ് നിബിധങ്ങളെ ഇപ്രകാരം പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാൾ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അയാളുടെ ശരീരം നോമ്പിനെ സ്വീകരിക്കുവാൻ സജ്ജമാകേണ്ടതുണ്ട്. ഇടയത്താഴമായി ഈന്തപ്പഴം കഴിക്കുമ്പോൾ ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് തുടങ്ങിയവ പെട്ടെന്ന് ശരീരത്തിൽ അലിഞ്ഞു ചേരുകയും അത് നോമ്പിന്റെ പ്രഭാതം ഒരു ക്ഷീണവും കൂടാതെ വളരെ ഊർജത്തോടുകൂടി സ്വീകരിക്കുവാൻ അയാൾക്ക് സാധിക്കും എന്നുള്ളത് ഈന്തപ്പഴത്തിന്റെ ഒരു പ്രത്യേകതയാണ്. തന്നെയുമല്ല, ഈന്തപ്പഴം ഒരുപാട് നാരുകളാൽ സമ്പന്നമാണ്. അഥവാ പെട്ടെന്ന് ദഹിക്കാത്ത ഭക്ഷണമാകയാൽ പകൽ മുഴുവനും വിശപ്പുണ്ടാകാത്ത അവസ്ഥ വരുന്നു. നമ്മൾ കഴിച്ച ആ ഈന്തപ്പഴം നമുക്ക് ആവശ്യമായ ഊർജം പകൽ മുഴുവൻ തന്നുകൊണ്ടേയിരിക്കും. ഇത് മനുഷ്യന് വിശപ്പ് കുറയ്ക്കാൻ സഹായിക്കും. അതോടൊപ്പം ഈന്തപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ജലാംശം നിലനിർത്താൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ദാഹം കുറവനുഭവപ്പെടുന്നു. പേശിയുടെ തളർച്ചയും തലവേദനയും മാറ്റുവാൻ ഈന്തപ്പഴത്തിലെ മഗ്നീഷ്യത്തിനെ സഹായിക്കുമ്പോൾ രക്തക്കുറവിനെ പരിഹരിക്കുവാൻ ഈന്തപ്പഴത്തിലെ അയൺ സഹായകമാകുമെന്ന് നമ്മളോട് ശാസ്ത്രലോകം വിളിച്ചു പറയുമ്പോൾ ഇത് തന്നെയാകാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈന്തപ്പഴം തിരഞ്ഞെടുക്കണമെന്ന് നമ്മളോട് പറഞ്ഞതിന്റെ താല്പര്യം.